കഴിഞ്ഞ 15 കൊല്ലമായി ഐക്യ ജനാധിപത്യത്തിലൂടെ നോമിനിയായി ഞാൻ ഈ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയാണ്. ഏറനാടിന്റെ കന്റി MLA ആയി 2011 കാലഘട്ടത്തിൽ നിങ്ങൾ അതിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുത്തയച്ചു. ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ ഒരു അവികസിത പ്രദേശമായിരുന്ന ഏറനാട് 15 കൊല്ലം കൊണ്ട് എല്ലാവരും എന്നെ എതിർക്കുന്നവരും വാട്സപ്പിൽ ഓരോ കമന്റുകൾ അയക്കുന്നവരും ഒക്കെ ഒന്ന് ചിന്തിക്കണം. ഇവിടെ സഫർ പറഞ്ഞല്ലോ, എന്താ അരീക്കോട് സ്റ്റേഡിയം 11,56,00,000 AS, ആദ്യത്തെ ഘട്ടത്തിൽ 5.5 കോടി രൂപയുടെ വർക്ക് നടന്നു. ഇവിടുത്തെ DYFI കാലം 2014 CPM അധികാരത്തിൽ വന്നപ്പോ പിണറായി അദ്ദേഹത്തിനോ വിജിലൻസിന് പരാതി, 6 കൊല്ലാണ് ആ പരാതി. അവസാനം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടില് അതിനൊന്നുമില്ലാന്ന് എഴുതി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മണ്ഡലം എന്റെ അബ്ദുറഹ്മാൻ മൈസൂർ ഇവിടെ ഒന്നില്ലല്ലോ. അപ്പുറത്തുള്ള ചേട്ടമക്കാരം മറ്റേ ഇതിന്റെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇപ്പൊ നിലമ്പൂര് സ്ഥാനാർത്ഥിയാണല്ലോ. എന്തേ കൊടുക്കാന്? PK ബഷീറിനാണ്ട് മാറ്റി നിർത്തി. 10 കൊല്ലങ്ങൾ അധികാരത്തിലുണ്ടായിട്ട് ₹1 അരീക്കോട് സ്റ്റേഡിയത്തിന് കൊടുത്തുക്കണോ? എന്നാ ഞാൻ പറയാം, അവസാനം നവകേരള സദസ്സില് ഇവര് കുറെ ഫണ്ടിന്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. MLA മാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തു പറഞ്ഞു. ഞാൻ അപ്പൊ ചാടി എണീറ്റു. ഞാൻ പറഞ്ഞ ആരോട് ചോദിച്ചു, എവിടെ ഞങ്ങൾ കൊടുത്തത് ചോദിച്ചു. അപ്പൊ പിന്നെ എന്നോട് പ്രപ്പോസൽ ചോദിച്ചു. അപ്പൊ ഞാൻ അരീക്കോട് സ്റ്റേഡിയത്തിന് 2 കോടി, MLA ഫണ്ട് 50 ലക്ഷം, 2,50,00,000 രൂപ ആർക്കും പോയാൽ കേൾക്കാം. സ്പോർട്സ് ഡയറക്ടറേറ്റ് വർക്ക് ടെൻഡർ ചെയ്തു. ഇലക്ഷൻ കഴിഞ്ഞാൽ പണിയാണ് നടക്കും. അത് യാഥാർത്ഥ്യമാവും. 2.5 കോടി രൂപ പറയണ ഞാനാണെങ്കിൽ നടന്നിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. 2.5 കോടി രൂപ. എന്താണ് അരീക്കോട് താലൂക്ക് ആശുപത്രി സ്ഥിതി? 2006 കാലഘട്ടത്തിൽ 2006 മുതൽ 2011 വരെ CPM ആയിരുന്നു. നിങ്ങളായിരുന്നു അരീക്കോട് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. എന്തെങ്ങൾക്ക് ആ ആശുപത്രി താലൂക്ക് ആശുപത്രിയാക്കാൻ സാധിച്ചോ? ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, മാണി സാറ് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായി, VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് അരീക്കോട് താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നത്. അന്ന് എല്ലാവരും ചോദിച്ചു, താലൂക്ക് ഇല്ലാത്തതുകൊണ്ട് താലൂക്ക് ആശുപത്രി. അന്ന് അതിനൊരു പോസിറ്റ ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെ ആശുപത്രി വന്നു. 2014 ബഡ്ജറ്റിൽ അതിന് പണം വന്നു. 2014 ബഡ്ജറ്റിൽ പണം വന്നപ്പോൾ കേരളത്തിന്റെ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകളോട് വന്നു. അവരൊരു റിപ്പോർട്ട് ചെയ്ത് 86 സെന്റ് സ്ഥലത്ത് 76 സെന്റ് സ്ഥലത്തും ബിൽഡിംഗ് ആയതുകൊണ്ട് വലിയൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല, ബദൽ പുതിയ സ്ഥലം കിട്ടുന്നതാണ്. ഞാൻ ഈ നാട്ടിലെ പല ആളുകളായിട്ട് ബന്ധപ്പെട്ടു. മരിച്ചുപോയ മുഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ പോയി. അന്ന് സഫർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പോയിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തെ കുറച്ച് 10-30 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആശുപത്രി ഇവിടെ തന്നെ ആക്കാനുണ്ട്. യാതൊരു ചാൻസും കിട്ടിയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് അവര് പത്രത്തിൽ പരസ്യം ചെയ്തു. 2019 പരസ്യം ചെയ്തിട്ട് അരീക്കോട് താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ സ്ഥലം വിട്ടുതരാൻ തയ്യാറുള്ള ആളുകൾ അപേക്ഷ വിളിച്ചു. എല്ലാ പത്രത്തിനും വന്നു അപേക്ഷ വിളിച്ചു. ഒരു പാർട്ടി മാത്രം പറ്റുന്നു. അത് പറ്റുന്ന പറഞ്ഞപ്പോൾ അതിന് പിന്നെ കേരള ഗവൺമെന്റ് തന്നെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ വാപ്കോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ അതിന്റെ പ്രൊജക്ട് ഉണ്ടാക്കാൻ വേണ്ടി നിയമിച്ചു. അത് ഗവൺമെന്റ് ഓർഡറാണ്. അത് 2021 അത് ഇംപ്ലിമെന്റ് ചെയ്തു. 21-22 ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയും ഇവിടുത്തെ ഏരിയ കമ്മിറ്റിയും തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ വെച്ചിട്ടാണ് ഈ ഫയല് അവിടെ ചവിട്ടും. ഞാനാണെങ്കിൽ പിന്നാലെ പോവും. പിന്നാലെ പോയി ഉദ്യോഗസ്ഥന്മാരൊക്കെ വരും. അവസാനം എന്ത് ചെയ്യും? 1,00,000 സ്ക്വയർ ഫീറ്റില് അതിന്റെ ഡിസൈനൊക്കെ വന്നു. ഈ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ആയ അനിൽ അടക്കം ഉള്ള ആളുകൾ വന്ന് ആ പൂക്കോട് ചോല സൈറ്റ് പോയി കണ്ടു. ഇവര് വീഡിയോ ഇട്ടിരുന്നല്ലോ. ആ സൈറ്റ് പോയി കണ്ടു. ഇവര് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു, MLA പറഞ്ഞ പ്രപ്പോസലാണ് ശരിയാണ്. അങ്ങനെയാണ് ഇവർ അതിന്റെ 2ാമത്തെ കടമ്പ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടിപ്പി 1,00,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കി 104 കോടി രൂപയാണ്. ആ ഫയല് ഒന്ന് ആരോഗ്യ വകുപ്പ് പോയിട്ട് ആ ഫയല് ധനകാര്യമന്ത്രിന്റെ ഓഫീസിലെത്തിയിട്ട് അവിടെ ഹോൾഡ് ചെയ്തു. ഈ അരീക്കോട് വേറുന്നുണ്ട്, ഒരു 4 ആളുണ്ട് അന്നമുടക്കാണ്. ഓർക്കങ്ങനെ വാട്സപ്പിലും ഒരുത്തന് വിവരാവകാശം, ഒരുത്തന് സേവനാവകാശവും ഒക്കെ കൊടുക്കാം. ഒരുത്തനാരാണെങ്കിൽ കൃഷി ചെയ്യാതെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ആനുകൂല്യം വാങ്ങി ഇസ്രായേലിലേക്ക് പോയതാണ്, ഗവൺമെന്റ് ഇതിൽ പോയതാണ്. ഇവരാണ് ഒരാള്. അങ്ങനെ ഇവര് ഇതിനെ ഈ പരാതി കാര്യങ്ങൾ കൊടുത്ത് മന്ത്രിന്റെ ഓഫീസിൽ 8 മാസമായപ്പോൾ ഞാൻ ധനകാര്യ മന്ത്രിന്റെ ഒരു ബഡ്ജറ്റ് ചർച്ചയിൽ ഞാൻ പറഞ്ഞു, 8 മാസമായി ഒരു ഫയൽ ഒപ്പിടാത്ത ഒരാളാണ് നിങ്ങൾ, എന്തൊരു മനുഷ്യനാണെന്ന് വിളിച്ചു. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്. ഭരണപക്ഷം ഉണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും, എല്ലാവർക്കും നീതി എന്ന് പറയാം. അതിന്റെ പിറ്റേന്ന് അത് ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇവരെ കിഫ്ബിയിൽ വരുന്നത്. അപ്പോൾ 2025
ഒരു കാര്യം ഞാൻ പറയാം, 1,00,000 സ്ക്വയർ ഫീറ്റ്, 16 ഡിപ്പാർട്ട്മെന്റ്, 100 ബെഡ്, 6 ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള 104,65 രൂപയുടെ പ്രൊജക്ട് PK ബഷീർ വെറുതെ പറയല്ല. കിപ്പിന്റെ 53ാമത്തെ ജനറൽ ബോഡിയിൽ അതിന്റെ അജണ്ട തീരുമാനം എടുത്ത് അതിന്റെ മിനിറ്റ്സ് ആണ് വായിച്ചാൽ അതറിയാം. അത് മാത്രമല്ല അതിൽ എഴുതിയത്. ഇനി ഇതിന്റെ എല്ലാ നടപടികളും ബോർഡിൽ വരണ്ട. എങ്ങനെ വേണം? അത് CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കിപ്പിന്റെ KM എബ്രഹാം അതിന് മേൽനോട്ട് വഹിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് ആ പ്രൊപ്പോസലോട് അംഗീകരിച്ചത്. ആ അംഗീകരിച്ചിട്ടാണ് ഉളുപ്പില്ലാതെ തോലില്ലാതെ ഇന്നലെ പോയി കണ്ട് അവിടെ കുടിയിലിട്ട് തരുന്നത്. ഇതൊക്കെ വേറെ കുടിയിൽ കുറച്ച് കെട്ടേണ്ടി വരും, ഒന്ന് വിയർക്കേണ്ടി വരും. 5 കൊല്ലം 2026 മെയ് 16 ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ കുറെ കുടിയിലും കെട്ടേണ്ടി വരും, കുറെ വിയർക്കും വേണ്ടി വരും. ഇപ്പൊ മുതല തീർത്ഥവാദിൽ തീർത്ഥവാദിൽ ഇങ്ങനെ നിൽക്കാണല്ലോ, ഒരു വിയർപ്പ് കൊള്ളാതെ വിസർപ്പ് കൊള്ളാതെ. അപ്പൊ ഉണ്ടാവും. പിന്നെ അവിടെ പോയി കണ്ട് കൂടുക. ഞാൻ ചോദിക്കട്ടെ, എവിടെ ആസ്പത്രി ചോദിക്കണ്ടല്ലോ, 10 കൊല്ലങ്ങളോട് ഭരിച്ചല്ലോ, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും? അത് മാത്രമാണോ നാട്ടുകാരൊന്നും അറിയണം? 4,40,00,000 രൂപയ്ക്ക് ഈ ആസ്പത്രിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. അതിനൊക്കെ ടെൻഡർ കഴിഞ്ഞു, കരാറുകാരൻ പണി തുടങ്ങിയപ്പോ ഇവരെ ഏരിയ സെക്രട്ടറി, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോയിട്ട് ആ പണി അവിടെ നിർത്തിക്കാൻ പറഞ്ഞു. ഇവര് മന്ത്രിക്ക് പരാതി എടുത്തു. ഞാനൊരു അക്ഷരം വിട്ടില്ല, എവിടത്തെ പോകുന്നു ഇരിക്കുവാറില്ല. പുല്ലുകുട്ടിയുടെ പട്ടിന്റെ മാതിരി തിന്നുമില്ല തീരുമില്ല. അതാണ് CPM. അത് നിങ്ങൾ ആദ്യം മനസ്സിലായി. അവസാനം എന്തായി? ആ പണി അവിടെ നിർത്തിച്ചു. പകുതി കരാറാൻ കോടതിയിലോട്ട് പോയി. കരാറാന് 4.5 കോടി രൂപയുടെ വർക്ക് ടെൻഡർ ചെയ്ത് അവിടെ നടന്നോടെ എല്ലാ ടൈസും കാര്യങ്ങളും നടന്നുകാണ്ട് ആ റിപ്പയർ എന്ന ആസ്പത്രിയില്ലേ. ഒരു കാര്യം കൂടി ഞാൻ അരീക്കോട്ടുകാരോട് പറയും. അവിടെ 2 കൊല്ലം കൊണ്ട് താലൂക്ക് ആസ്പത്രി പണി കഴിഞ്ഞ് പൂർത്തീകരിക്കുമ്പോൾ ഈ ആസ്പത്രി അരീക്കോട് ഒരു PSC ഇല്ല, പബ്ലിക് ഹെൽത്ത് സെന്റർ ഇല്ല. അത് ഈ ആസ്പത്രിയായിട്ടാണ് മാറ്റും. അപ്പൊ എല്ലാ സൗകര്യങ്ങളും അപ്പൊ രണ്ടും വരും. അതാണ് അതിന്റെ സ്ഥിതി. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.